ഇങ്ങനെയും ജില്ലാ കളക്ടർമാർ നമുക്കുണ്ട്. ജില്ലാ ഭരണകൂടത്തിൻ്റെ തലവന്മാരാണ് ജില്ലാ കളക്ടർമാർ എന്ന് നമുക്കറിയാം. വളരെയേറെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളാണ് അവർക്കുള്ളത്. ജില്ലയിലെ റവന്യൂ ഭരണം, ദുരന്ത നിവാരണം, തിരഞ്ഞെടുപ്പ്, ക്രമസമാധാന പാലനം കൂടാതെ സർക്കാർ ചുമതലപ്പെടുത്തുന്ന മറ്റു കാര്യങ്ങൾക്ക് നേതൃത്വം നൽകൽ, ചുരുക്കം പറഞ്ഞാൽ ഊണും ഉറക്കവുമില്ലാത്ത ജോലി എന്ന് വേണമെങ്കിൽ പറയാം. ഇത്തരം വലിയ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുമ്പോൾ മാനുഷികമായ പരിഗണന കൊടുക്കേണ്ടുന്ന പല കാര്യങ്ങൾക്കും പലപ്പോഴും പ്രയോറിറ്റി കൊടുക്കുവാൻ ഇവർക്ക് സാധിക്കില്ല എന്നതും വാസ്തവമാണ്. എന്നാൽ മേൽപ്പറഞ്ഞ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം വെറും സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളെയും ചേർത്ത് നിർത്തുകയും അവർക്ക് വേണ്ടിയും സമയം ചിലവഴിക്കുമ്പോഴാണ് ജില്ലാ കളക്ടർ എന്ന പദവിക്ക് ഒരു മാനുഷിക മുഖമുണ്ടാകുന്നത്. അപ്രകാരം പ്രവർത്തിക്കുന്ന ഒരുപറ്റം നിസ്വാർത്ഥ സേവനമനുഷ്ഠിക്കുന്ന ജില്ലാ കളക്ടർമാരാണ് ഒരു വശത്ത് രാഷ്ട്രീയക്കാർ ഭരണത്തിൻ്റെ പേരിൽ തീവട്ടിക്കുള്ള നടത്തുമ്പോഴും നമ്മുടെ നാടിനെ മുന്നോട്ട് നയിക്കുന്നത്. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട രണ്ട് കുരുന്നുങ്ങൾക്ക് ഒരു ചെറിയ വീടുണ്ടാക്കി നൽകുന്ന ഒരു ചെറിയ ചടങ്ങിൻ്റെ ശിലാസ്ഥാപന ചടങ്ങിൽ എല്ലാ ഔദ്യോഗിക തിരക്കുകളും മാറ്റിവെച്ച് കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് കളക്ടറായി അല്ല, ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് അത് നിർവഹിക്കുകയും ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ സ്ഥാനത്ത് നിന്ന് ചടങ്ങുകൾക്ക് നേതൃത്വം വഹിക്കുകയും ചെയ്ത ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് IAS, ദേവികുളം സബ് കളക്ടർ VM ജയകൃഷ്ണൻ IAS എന്നിവർ ഇതിനുള്ള ചെറിയ ഉദാഹരണങ്ങൾ മാത്രം. ഇനി വിഷയത്തിലേക്ക് വരാം. പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവുമല്ലോ, ജന്മം നൽകിയ പിതാവിൻ്റെ ക്രൂരതകൾ ഏറ്റുവാങ്ങിയ മാലാഹ എന്ന തലക്കെട്ടോടെ കഴിഞ്ഞ നവംബർ 27-ാം തീയതി ITV ന്യൂസ് ഒരു വാർത്ത നൽകിയിരുന്നു. വയനാട് കൽപ്പറ്റ അമ്പലവയലിൽ 2022 ജനുവരി 15-ന് പിതാവിൻ്റെ ആസിഡ് ആക്രമണത്തിൽ 80% പൊള്ളലേറ്റ അമ്മ വിജിതയുടെയും മകൾ 12-കാരിയായ അളകനന്ദയുടെയുമായിരുന്നു ആ വാർത്ത. പൊള്ളലേറ്റ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അമ്മ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് മരണമടഞ്ഞു. ഈ കൃത്യം നിർവഹിച്ച അച്ഛൻ സനൽകുമാർ ട്രെയിനിൻ്റെ മുന്നിൽ ചാടി ആത്മഹത്യയും ചെയ്തു. 70% പൊള്ളലേറ്റ മകൾ ഇപ്പോൾ അടിമാലിയിലെ ഒരു പൊള്ളൽ ചികിത്സാ കേന്ദ്രത്തിൽ ഉണ്ടെന്നുള്ളതായിരുന്നു ആ വാർത്ത. മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്ക് ശേഷം പൊള്ളൽ പൂർണ്ണമായി ഭേദമാകാത്ത ഈ കുട്ടിയെ അടിമാലിയിലുള്ള ജോർജ് വൈദ്യൻ്റെ അടുത്തെത്തിക്കുകയും ആരോരുമില്ലാത്ത ആ കുട്ടിക്കും കുട്ടിയുടെ അമ്മമ്മ ഗീതയ്ക്കും പോകുവാൻ വേറൊരു ആശ്രയമില്ലാത്തതിനാൽ ആ തീപ്പൊള്ളൽ കേന്ദ്രത്തിൽ തന്നെ അവർ താമസിക്കുന്ന വിവരം ജോർജ് വൈദ്യൻ പറഞ്ഞാണ് ഞങ്ങൾ അറിയുന്നത്. ഞങ്ങൾ ഈ വസ്തുതകൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുന്നതിനാണ് അടിമാലിയിലുള്ള ഈ പൊള്ളൽ ചികിത്സാ കേന്ദ്രത്തിൽ എത്തിയത്. അപ്പോൾ കണ്ടത് വെന്തുപുള്ളി കിടക്കുന്നവരുടെ ഇടയ്ക്ക് ഈ രണ്ടുപേരും താമസിക്കുകയാണ്. അപ്പോഴാണ് വൈദ്യൻ ജോർജ് ഫിലിപ്പ് ഞങ്ങളോടൊരു കാര്യം പറഞ്ഞത്. ഞാൻ പലരോടും ഇവരുടെ അവസ്ഥ പറഞ്ഞ് ഒരു വീട് വെച്ച് സഹായിക്കണമെന്ന് പലരോടും അപേക്ഷിച്ചു. പല മതമേലധ്യക്ഷന്മാരെയും കണ്ടു, അപേക്ഷകൾ കൊടുത്തു. പക്ഷേ ആരും തന്നെ ചെവിക്കൊണ്ടില്ല. പിന്നീട് അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, ഞാനൊരു 5 സെന്റ് സ്ഥലം സൗജന്യമായി തരാം, ആരെങ്കിലും വീട് പണിയുവാൻ സഹായിച്ചാൽ എന്ന്. അപ്പോൾ ഞാനൊരു വാക്ക് പറഞ്ഞു, നമുക്ക് സംയുക്തമായി കാര്യങ്ങൾ തുടങ്ങാം, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാമെന്ന്. അങ്ങനെ ഞങ്ങൾ നൽകിയ ആദ്യ വാർത്തയിൽ ഈ രണ്ട് കുട്ടികളുടെയും അവരുടെ വല്യമ്മയുടെയും പേരിൽ തുടങ്ങിയ ജോയിന്റ് അക്കൗണ്ട് വിവരങ്ങൾ ഞങ്ങൾ നൽകുകയുണ്ടായി. അതിലേക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സുമനസ്സുകൾ ഇതുവരെ 5,76,000 രൂപ ഇട്ട് കഴിഞ്ഞു. അളകനന്ദയ്ക്കും അനുജനും താമസിക്കുന്നതിന് 1030 സ്ക്വയർ ഫീറ്റ് വീടാണ് പണിയുവാൻ പദ്ധതിയിട്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം വീട് പണിയുവാനുള്ള സ്ഥലത്തിൻ്റെ ജോർജ് വൈദ്യൻ്റെ പേരിലുള്ള ആ 5 സെന്റ് സ്ഥലം അളകനന്ദയുടെയും സഹോദരൻ അതുൽ കൃഷ്ണയുടെയും അവരുടെ രക്ഷകർത്താവും അമ്മയുടെ അമ്മയുമായ ഗീതയുടെ പേരിൽ ആധാരം ചെയ്തു കൊടുത്തു. ഇന്നലെ ഈ വീടിൻ്റെ ശിലാസ്ഥാപന കർമ്മം നടന്നു എന്ന വിവരം സന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു. ഈ വീടിൻ്റെ ശിലാസ്ഥാപനം നിർവഹിക്കുവാൻ എത്തിയത് ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് IAS ആണ്. കുട്ടികൾക്ക് വസ്തുവിൻ്റെ പ്രമാണം കൈമാറിയത് ദേവികുളം സബ് കളക്ടർ VM ജയകൃഷ്ണൻ IAS ആണ്. രാവിലെ 9 മണിക്ക് ആരംഭിച്ച ചടങ്ങിൽ എല്ലാ ഔദ്യോഗിക തിരക്കുകളും മാറ്റിവെച്ച് രണ്ടുപേരും ആദ്യോടന്തം പങ്കെടുത്തു. ഒരു കളക്ടർ എന്ന നിലയിലല്ല, ഒരമ്മ എന്ന നിലയിലും ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന പോലെയും ഇരുവരും അളകനന്ദയെയും സഹോദരൻ അതുൽ കൃഷ്ണയെയും ചേർത്ത് നിർത്തി. ഇന്നലെ നടന്നത് ഒരു വീടിൻ്റെ വെറും ശിലാസ്ഥാപന ചടങ്ങായിരുന്നില്ല. ശരിക്കും എല്ലാവരും കൂടെയുണ്ട് എന്നൊരു ഉറപ്പാണ് ഈ കുരുന്നുകൾക്ക് നൽകിയത്. നമുക്കാദ്യം ബഹുമാനപ്പെട്ട ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് IASന്റെ വാക്കുകൾ കേൾക്കാം. ഇതൊരു വളരെ സന്തോഷവും സംതൃപ്തിയുമുള്ള ഒരു പ്രഭാതമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മുടെ കൂടെയുള്ള ഒരാളെ കൈപിടിച്ച് നമ്മളോടൊപ്പം നിർത്തി കൊണ്ടുപോവുക എന്ന് പറയുന്നത് വളരെ കുറച്ച് പേർക്ക് മാത്രം ഉള്ള ഒരു കഴിവ് തന്നെയാണ് എന്ന് പറയാം. നമ്മളിവിടെ ആദ്യം പ്രയർ സോങ് മുതൽ നമ്മൾ കേട്ട കുട്ടികൾ നന്നായിട്ട് പാടി അളകനന്ദനെയും കൂടെ ഒപ്പം നിർത്തിക്കൊണ്ട് അവർ ആ ഒരു പ്രയർ സോങ് പാടിയ ആ നിമിഷം മുതൽ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരിക്കലും ആ പാട്ടിൽ തന്നെ അതിലെ തുടക്കം തന്നെ ഒരു നന്മ ചെയ്യുവാനുള്ള
എന്തായാലും മോളെ എൻ്റെ ബാക്കി. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ. അപ്പോൾ ആ കണ്ണാണ് നമ്മളിപ്പോൾ ഈ ഇരിക്കുന്ന ഇത്രയും പേരിലൂടെ കണ്ടുകൊണ്ടിരിക്കണം. അത് ഏതെങ്കിലും ഒരു വ്യക്തി അതിനെ കാണിച്ചു തന്നു. ഇപ്പോൾ വാർത്തകളിലൂടെ ആവാം, മറ്റ് മീഡിയകളിലൂടെ ആവാം. നമ്മൾ ഓരോ കാര്യങ്ങൾ ഇതേപോലെ അറിയുമ്പോൾ അതിനെ മുന്നോട്ട് കൊണ്ടുവന്ന് സഹായിക്കാനുള്ള ഒരു സന്മനസ് എന്ന് പറയുന്നത് ഈ ഒരു കുറച്ച് പേർക്കേ കാണുകയുള്ളൂ. അപ്പം അങ്ങനെ ഒരു നല്ലൊരു സന്മനസ്സിൻ്റെ ഒരു പ്രതീകമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാക്ഷാത്കാരമാണ് ഇന്നിവിടെ നടക്കുന്നത്. മറ്റൊരു ജില്ലയിൽ നിന്ന് ഇവിടെ ഒരു ചികിത്സയ്ക്കായിട്ട് വരുന്നു. അപ്പോൾ അതിൽ നിന്നുകൊണ്ട് തന്നെ ആ കുട്ടീനെയും അതിൻ്റെ ഫാമിലീനെയും അതിൻ്റെ കൂടെയുള്ള അമ്മൂമ്മയും അനിയനെയും ഒക്കെ അവരെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു ദൗത്യം എല്ലാവരും കൂടി ഏറ്റെടുത്തുകയാണ്. ഓരോരുത്തരും ഇവിടെ പറഞ്ഞ സ്വാഗതത്തിലൊക്കെ പറഞ്ഞപ്പോൾ ഓരോ വ്യക്തികളും അതിൻ്റേതായ കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരിക്കലും ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ നന്മ തന്നെ വേണം. നമ്മൾ പരിഷ്കൃതരായി ജീവിക്കുന്ന എല്ലാവർക്കും എല്ലാം നേടിക്കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല. പക്ഷേ ആവശ്യക്കാരെ അറിഞ്ഞുകൊണ്ട് നമുക്ക് അവരെ സഹായിക്കാനായിട്ട് എപ്പോഴും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഈ ഒരു എല്ലാവരും കൂടെ ചേർന്നിട്ട്, സ്കൂളിലെ ആളുകൾ, ഇവിടെയുള്ള സന്നദ്ധ സേവകർ, അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു I2I അതിൻ്റെ മീഡിയാസും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് നിങ്ങൾ എല്ലാവരും ഓരോരുത്തരുടെ പേരുടെ മെമ്പർ ഉൾപ്പെടെ നമ്മുടെ NSSൻ്റെ ആൾക്കാർ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികളും ഈ വന്നിരിക്കുന്ന എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു സംരംഭമാണിത്. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് പ്രയോജനം ഒരു മോട്ടിവേഷനായി തീരട്ടെ എന്നാണ് എനിക്ക് നിങ്ങളോട് ആദ്യമായിട്ട് പറയാനുള്ളത്. ഇതിനുവേണ്ടി മുൻകൈയെടുത്ത എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. എല്ലാ മോളോടും അനിയനോടും പറയാനുള്ളത്, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നമ്മളെല്ലാവരും കൂടെയുണ്ട്. അതുകൊണ്ട് എന്താ പറയുക, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്താഗതിയും മോളുടെ മനസ്സിലുണ്ടാവരുത്. നന്നായിട്ട് തന്നെ പഠിക്കുക, നമ്മളൊക്കെ കൂടെയുണ്ട് എന്ന് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക, ഏതാവശ്യത്തിനും കോൺടാക്റ്റ് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സംരംഭത്തിന്, ഈ ഒരു കല്ലിട ചടങ്ങിന്, ഈ ഒരു ഭവനം ഏറ്റവും ഭംഗിയായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധമായ ആശംസകളും നിങ്ങളോടൊക്കെ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനി വസ്തുവിൻ്റെ പ്രമാണം കൈമാറൽ ചടങ്ങും അതിനുശേഷം ദേവികുളം സബ് കളക്ടർ VM ജയകൃഷ്ണൻ IAS വാക്കുകളും കേൾക്കാം. സന്തോഷമുണ്ട് ഇങ്ങനെയൊരു ഇനിഷ്യേറ്റീവിൻ്റെ പാർട്ടാകാൻ സാധിച്ചത്. അപ്പം പുതിയൊരു നല്ലൊരു ദിവസം നല്ലൊരു രീതിയിൽ തുടങ്ങുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഇതിനൊപ്പം രണ്ട് കാര്യങ്ങൾ മാത്രം പറയാനുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ, ഈ ഒരു കാലത്ത് നമ്മൾ ആരെങ്കിലും സഹായിക്കുമ്പോൾ അത് പലരും ഒരു സ്വാർത്ഥമായ ലോകമാണ് നമ്മുടെ ചുറ്റും കാണാൻ സാധിക്കുന്നത്. ഇത് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടും, അല്ലെങ്കിൽ എനിക്കെന്ത് കിട്ടുമെന്നൊരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ടാണ് പലരും ഓരോന്നും ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ പല ബുക്സിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ നമ്മുടെ നിഷ്കാമ കർമ്മം എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ തിരിച്ചൊന്നും ആഗ്രഹിക്കാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാലത്ത് വളരെയധികം റെയറായിട്ട് കാണുന്ന ഒരു കാര്യമാണത്. അപ്പോൾ അതിൻ്റെ ഒരു നേർസാക്ഷ്യമാണ് ഇവിടെ കാണാൻ സാധിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഭാഗമായ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുമാത്രമല്ല, ഈ ഒരു കൈത്താങ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആളുകൾ എന്ന കുട്ടിയുടെ ജീവിതത്തിൽ കൂടുതൽ ഉന്നതിയിലേക്ക് കടക്കാൻ വേണ്ടി സഹായകമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അതുപോലെ ഈ പദ്ധതിക്ക് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ച് അടിമാലി പോലീസ് സ്റ്റേഷനിലെ SHO ജോസ് മാത്യു നടത്തിയ പ്രസംഗം കേൾക്കുക. ഞാൻ ഈ 31-ാം തീയതി രാത്രിയിലാണ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ട്രാൻസ്ഫറായി ഇവിടെ വന്നത്. അപ്പോൾ പഴയ CA ആണെന്ന് വിചാരിച്ച് എന്നെ ജോർജ് വിളിച്ച് ഈ കാര്യത്തിനാണെന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ എനിക്ക് അതിനകത്ത് പങ്കെടുക്കണമെന്ന് ആഗ്രഹം തോന്നി. അതുകൂടാതെ ഇത്രയും മഹത്തായ ഒരു കാര്യം, ഞാൻ വീണ്ടും അദ്ദേഹത്തിൻ്റെ ചികിത്സാ കേന്ദ്രത്തിൽ പോയി ആ കുട്ടിയെ കണ്ടു, അവരോട് സംസാരിച്ചു. അപ്പോൾ എനിക്ക് ഒരു നിറഞ്ഞ മനസ്സോടെ ഇതിനൊപ്പം ചേരാൻ ഞാൻ സന്നദ്ധനാണ്. ഇപ്പോഴും നന്മയുടെ ഉറവിടം വറ്റിയിട്ടില്ല എന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിൽ കാണിച്ചു കൊടുക്കുന്ന ഈ ജോർജിൻ്റെയും അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവരുടെയും പ്രവൃത്തിയെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഞാൻ നേരത്തെ 2016-17 കാലഘട്ടത്തിൽ മുല്ലപ്പെരിയാർ ഡാമിലുണ്ടായിരുന്നു ഡ്യൂട്ടിയിൽ. അവിടെ ജോൺ പെന്നിക്കൊക്കിൻ്റെ ഒരു ബസ്റ്റ്, ഒരു അർദ്ധകായ പ്രതിമ അവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചുവട്ടിൽ എഴുതി വെച്ചിരിക്കുന്ന എറ്റിനൻഡി ഗ്രല്ലറ്റ് എന്ന് പറഞ്ഞൊരു ഫ്രഞ്ച് മിഷണറിയുടെ ഒരു വാചകങ്ങളുണ്ട്. അത് ഇവരുടെ കാര്യത്തിൽ അർത്ഥവത്താണ്. അത് ഇപ്രകാരമാണ്: ഐ ഷാൽ പാസ് ത്രൂ ദിസ് വേൾഡ് ബട്ട് വൺസ്. ഇഫ് ദെയർ ഫോർ എനി കൈൻഡ്നസ് ഐ ക്യാൻ ഷോ ഓർ എനി ഗുഡ് തിങ് ഐ ക്യാൻ ഡു, ഐ ഷാൽ ഡു ഇറ്റ് നൗ. ഐ ഷാൽ നോട്ട്
defer it nor neglect it, because I shall not pass this way again. നമ്മൾ ഈ ലോകത്തിലേക്ക് ഒന്നേ കടന്നു പോകൂ. ആ കടന്നു പോകുന്ന സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾ നന്മയോ മറ്റോ ചെയ്യാനുണ്ടെങ്കിൽ നമ്മളിപ്പോൾ തന്നെ ചെയ്യുക. അത് നമ്മൾ മാറ്റി വെക്കുകയോ മറന്നു പോവുകയോ ചെയ്യരുത്. ആ നന്മ പ്രവർത്തിക്കുന്ന ജോർജിന് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഞാൻ ഇലക്ഷൻ കഴിഞ്ഞ് ട്രാൻസ്ഫറായി പോകുന്നതിന് മുമ്പ് ഈ വീടിൻ്റെ പാലുകാച്ചിലൂടെ പങ്കെടുത്ത് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ പരിശ്രമിച്ചാൽ അത് നടക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഞാൻ എൻ്റേതായ റോള്, എൻ്റെ കഴിവിൻ്റെ അനുസരിച്ചുള്ളത് ഞാനും സഹായിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും, എന്നെ കേട്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. അതോടൊപ്പം ആ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി. 1000 ഏക്കർ സെയിൻറ് തോമസ് പള്ളി വികാരി ഫാദർ ജോർജ് കരിവേലിക്കൽ ആയിരുന്നു ചടങ്ങിൻ്റെ അധ്യക്ഷൻ. വീട് നിർമ്മാണത്തിന് 15 ലക്ഷം രൂപയാണ് ബഡ്ജറ്റ് ഇട്ടിരിക്കുന്നത്. ITV ന്യൂസ് പ്രേക്ഷകർ ഇതുവരെ നൽകിയ തുകയായ 5,76,000 രൂപയ്ക്ക് ശേഷമുള്ള തുക അളകനന്ദ പഠിക്കുന്ന ഫാത്തിമ മാതാ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കൂമ്പൻപാറ, ചടങ്ങിൽ പങ്കെടുത്ത വൈദികരുടെ, ദേവാലയങ്ങൾ, വ്യാപാരി വ്യവസായികൾ, സന്നദ്ധ സംഘടനകൾ എന്നിവർ നൽകുമെന്ന് ജോർജ് വൈദ്യർ അറിയിച്ചിട്ടുണ്ട്. 1000 ഏക്കർ സെയിൻറ് തോമസ് പള്ളി വികാരി ഫാദർ ജോർജ് കരിവേലിക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫാദർ സോണി പള്ളത്തുകുടിയിൽ, ഫാദർ എൽദോസ്, ഫാത്തിമ മാതാ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ പ്രീതി, സിസ്റ്റർ റീനറ്റ്, അടിമാലി YMCA പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബാബു ജോർജ്, NSS അടിമാലി കരയോഗം പ്രസിഡന്റ് സുനിൽകുമാർ, വാർഡ് മെമ്പർ റോയി പാലക്കൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ജോർജ് ഫിലിപ്പ് വൈദ്യർ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ITV ന്യൂസ് മാനേജിംഗ് എഡിറ്റർ സുനിൽ മാത്യു ആമുഖ പ്രസംഗം നടത്തി. സമയത്തിൻ്റെ എല്ലാവരുടെയും വില അറിയുന്നു. അതുകൊണ്ട് മാക്സിമം ഒരു 2-2.5 മിനിറ്റിനുള്ളിൽ ഞാൻ തീർത്തുള്ള ഒരു ആമുഖ പ്രഭാഷണത്തിനൊന്നും ഇവിടെ ഒരു പ്രസക്തിയില്ല എന്നറിയാം. അളകനന്ദയുടെ അവസ്ഥയും അതിലേക്ക് നയിച്ച കാര്യങ്ങളും എല്ലാവർക്കും ഇവിടെ ഉള്ളവർക്കറിയാം. അതിലേക്കൊന്നും കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അന്നേരം ഇത്തരം ഒരു ചാരിറ്റി പ്രോജക്റ്റ്, ഇപ്പം ജോർജ് വൈദ്യർ പറഞ്ഞതുപോലെ ഞങ്ങളൊരു ന്യൂസ് കവർ ചെയ്യാൻ വന്നു, ഒരു ന്യൂസ് കൊടുത്തു. ആ ന്യൂസിന് ശേഷം ഏകദേശം ഒരു 5-5.5 ലക്ഷം രൂപയുടെ അടുത്തിപ്പോൾ അക്കൗണ്ടിൽ വന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വളരെയേറെ റെസ്പോൺസിബിലിറ്റിയോടെയാണ് ഇന്ന് ഈ ചടങ്ങിനെ നമ്മൾ കാണുന്നത്. ഇതൊരു ശിലാസ്ഥാപന ചടങ്ങല്ല. അളകനന്ദയ്ക്കും കുഞ്ഞനുജനും കുടുംബത്തിനും എല്ലാവരുമുണ്ട്. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഒരു ജില്ലാ ഭരണകൂടം തന്നെ എല്ലാവരും ആബാലവൃദ്ധ ജനങ്ങളും കൂടെയുണ്ട് എന്നൊരു സന്ദേശമാണ് ഇന്നതിലൂടെ നൽകുന്നത്. അന്നേരം ഇതിൽ പങ്കെടുക്കുന്ന ഇത്രയും പ്രധാനപ്പെട്ട ആളുകളെല്ലാം പങ്കെടുക്കുന്നതുകൊണ്ട് തന്നെ വളരെയേറെ റെസ്പോൺസിബിലിറ്റിയോടെ ചെയ്യണമെന്ന് ഞങ്ങളിത് കരുതുന്നു. കാരണം പല നന്മമരങ്ങളും ചാരിറ്റി ചെയ്ത് വീഴുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പല ചാരിറ്റി പ്രസ്ഥാനങ്ങളും ചാരിറ്റിയിലൂടെ വന്ന് പലതരത്തിൽ പേര് കളങ്കപ്പെടുന്ന അവസ്ഥ നമുക്കുണ്ടായിട്ടുണ്ട്. അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തുടക്കം മുതൽ തന്നെ വളരെയേറെ കർശന ബുദ്ധിയോടുകൂടി തന്നെയാണ് നമ്മൾ ഈ ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞുങ്ങളുടെ 2 പേരുടെയും പേരിലും അവരുടെ അമ്മാമ്മയുടെയും പേരിലൊരു ജോയിൻ്റ് അക്കൗണ്ട് തുടങ്ങി അതിലേക്ക് മാത്രമാണ് എല്ലാ പണവും വരുന്നത്. യാതൊരു കാരണവശാലും മറ്റ് ഒരു തരത്തിലുള്ള ഒരു പണം ഈ പദ്ധതിക്ക് വേണ്ടി ദയവായി ആരും മുടക്കാൻ പാടില്ല. കാരണം വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇത് വളരെയേറെ അക്കൗണ്ടബിലിറ്റി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഉൾപ്പെടെ വന്ന ഒരു ചടങ്ങായതുകൊണ്ട് തന്നെ അത്രയും റെസ്പോൺസിബിളായിട്ട് ഇതിൻ്റെ ഓരോ ഘട്ടവും പോകണം. അന്നേരം അത്തരത്തിൽ അതുപോലെ ആധാരം ഇന്ന് കൈമാറുന്നത് കുഞ്ഞിൻ്റെയും ആ 2 കുഞ്ഞുങ്ങളുടെയും അവരുടെ അമ്മാമ്മയുടെയും പേരിൽ എഴുതിയ ആധാരമാണ് ഇന്നിവിടെ കൈമാറാൻ പോകുന്നത്. ഇതിനെല്ലാം ഏറ്റവും നന്ദി പറയേണ്ടുന്നത് നമ്മുടെ ജോർജ് വൈദ്യരോടാണ്. കാരണം അദ്ദേഹം ഏതാണ്ട് മാർക്കറ്റ് വില നോക്കുമ്പോൾ 10 ലക്ഷത്തിലധികം വാല്യൂ വരുന്ന ഒരു സ്ഥലമാണ് നൽകിയിരിക്കുന്നത്. ആ സ്ഥലം നൽകുക മാത്രമല്ല, ആരുമില്ലായിരുന്ന സമയത്ത് അവർക്കൊരു ആശ്രയമായി, അവർക്ക് താങ്ങും തണലുമായി ഇപ്പോഴാണ് ഈ കാണുന്ന നമ്മളെല്ലാവരും ഇതറിഞ്ഞു കേട്ട് വന്നത്. അന്നേരം ഇതിൻ്റെ ഒരു പിന്നാമ്പുറ കഥയുണ്ട്. അന്ന് ആരുമില്ലായിരുന്ന സമയത്ത് ഇവരെ കൈപിടിക്കാനും ഇവർക്ക് ആശ്രയം കൊടുക്കുവാനും ഇവരെ സംരക്ഷിക്കുവാനും ആ നല്ല മനസ്സ് കാണിച്ചു. അദ്ദേഹത്തിൻ്റെ ആ ഉദ്ദേശശുദ്ധി നല്ലതായതുകൊണ്ടാണ് എല്ലാവരും ഇന്ന് ഈ കാണുന്ന എല്ലാവരും ഇന്നിവിടെ എത്തി ചേർന്നിരിക്കുന്നത്. അന്നേരം ഇതിനെ എല്ലാ സപ്പോർട്ടും ഇപ്പം ITV ന്യൂസിൻ്റെ ഇതിൽ ഞങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഇതിൻ്റെ ഇപ്പോൾ ഓൾറെഡി കുറേ പണം വന്നിട്ടുണ്ട്, സ്ഥലമായിട്ടുണ്ട്, പലരും പല ഓഫറുകളും വന്നിട്ടുണ്ട്. അതിൻ്റെ ശേഷം എത്ര വന്നാലും അത് തീർച്ചയായിട്ടും ITV ന്യൂസും ഞങ്ങളുടെ പ്രേക്ഷകരും തീർച്ചയായിട്ടും ഈ കാര്യം പലരും ഒപ്പച്ചിട്ടുണ്ട്. ഏതാവശ്യം വന്നാലും ഏത് തരത്തിലും സഹായിക്കാൻ ഞങ്ങൾ സന്നദ്ധമാണെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനി നമുക്ക് അളകനന്ദയ്ക്ക് വീട് പണിയുവാൻ പോകുന്ന ആ സൈറ്റ് ഒന്ന് കാണാം. നമസ്കാരം. ആസിഡ് ആക്രമണത്തിനിരയായ അളകനന്ദയ്ക്കും അളകനന്ദയുടെ കുടുംബത്തിനും ഒരുക്കുന്ന സ്നേഹ വീടിൻ്റെ സൈറ്റാണിത്.
അല്പസമയം മുമ്പ് ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് IAS തറക്കല്ലിടയിൽ കർമ്മം നിർവഹിച്ചു. അതുപോലെ അവർക്കുള്ള ആധാരം ദേവികുളം സബ് കളക്ടർ കൈമാറുകയുണ്ടായി. ഈ കാണുന്ന 5 സെൻറ്റ് സ്ഥലം നൽകിയത് ജോർജ് വൈദ്യർ, തീപ്പൊള്ളൽ ചികിത്സാ വിദഗ്ധനായ ജോർജ് വൈദ്യരാണ് ഈ കാണുന്ന സ്ഥലം സൗജന്യമായി നൽകിയിരിക്കുന്നത്. ഈ 5 സെൻറ്റ് സ്ഥലത്താണ് അലകനന്ദയ്ക്കും കുടുംബത്തിനുമുള്ള വീട് ഉയരുന്നത്. ഏതാണ്ട് ജൂൺ മാസത്തിന് മുമ്പ് തന്നെ പണി തീർക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.